ഫിസിക്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രതിരോധകങ്ങളുടെ ക്രമീകരണം, അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ഫിഗേഴ്സ് നൽകിയിട്ടുണ്ട്. ഫിഗർ 1.4a-യും 1.4b-യും. 1.4a-ൽ രണ്ട് ബൾബുകളെ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ സംവിധാനത്തെ ഒരു സ്വിച്ച് മുഖേന ഒരു 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ഫിഗർ 1.4b-യിൽ രണ്ട് ബൾബുകളെ സീരീസ് അഥവാ ശ്രേണിയായി ഘടിപ്പിച്ചിരിക്കുന്നു, ഒരു 6 വോൾട്ട് ബാറ്ററിയും ഒരു സ്വിച്ചുമായി. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ, ഫിഗർ 1.4a-യിൽ പാരലൽ കണക്ഷനും സമാന്തരമായിട്ടുള്ള കണക്ഷനും 1.4b-യിൽ ശ്രേണി അഥവാ സീരീസ് കണക്ഷനുമാണ് നമ്മൾ കണ്ടു. ഈ ക്രമീകരണം നമുക്കൊരു പരീക്ഷണത്തിൽ കൂടി ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം അല്ലേ? നോക്കാം. ഇതാണ് 1.4a-യിൽ കാണിച്ചിരിക്കുന്ന ക്രമീകരണം. ഇതാണ്. ഞാൻ രണ്ട് ബൾബിന് പകരം 3 ബൾബാണ് ഇവിടെ പാരലായിട്ട് സമാന്തരമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഈ വഴിക്ക് വരുന്ന കറണ്ട് ഈ സ്വിച്ചിൽ കൂടെ കയറി ഈ ബൾബിലേക്ക് പോകാം, ഈ സ്വിച്ചിൽ കൂടെ കയറി ഈ ബൾബിലേക്ക് പോകാം, ഈ സ്വിച്ചിൽ കൂടെ കയറി ഈ ബൾബിലേക്കും പോകാം. ഫിഗർ 1.4b-യിൽ കാണുന്ന ക്രമീകരണമാണിത്. ശ്രേണി കണക്ഷൻ ആണ്, സീരീസ് കണക്ഷൻ. കറണ്ടിന് പോകാൻ ഇതിലേ വന്ന് ഈ സ്വിച്ചിൽ കൂടെ കയറി ഈ ബൾബിലേക്ക് പോകാം, ആ ബൾബിൽ നിന്ന് ഇറങ്ങി ഈ സ്വിച്ചിലൂടെ കയറി ഇതിലേക്കും, ഈ സ്വിച്ചിലൂടെ നിന്ന് ഈ ബൾബിലേക്കും. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ക്രമീകരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയാലോ? എല്ലാ ബൾബുകളും 60 വാട്ടിന്റെ ഒരേപോലുള്ള ബൾബുകളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ, എല്ലാ ബൾബുകളും പ്രകാശിക്കുന്നു ഇല്ലേ? എല്ലാ ബൾബുകളും ഗ്ലോ ചെയ്യുന്നുണ്ട്. എന്താ വ്യത്യാസമുള്ളത്? ഒരുപോലുള്ള ബൾബുകളാണെങ്കിൽ പോലും പാരലൽ കണക്ഷനില് ബൾബുകൾ നല്ല ശോഭയോടെ പ്രകാശിക്കുന്നു. നല്ല ഹൈ ഇന്റൻസിറ്റിയോട് കൂടി ഇവിടെ ബൾബുകൾ പ്രകാശിക്കുന്നത് കാണാം. എന്നാൽ സീരീസ് കണക്ഷൻ നോക്കിയേ, ബൾബുകൾ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഇന്റൻസിറ്റി വളരെ കുറവാണില്ലേ? ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണ്, പ്രകാശം വളരെ കുറവാണ്. ഇനി രണ്ട് സർക്യൂട്ടിൽ നിന്നും നമുക്ക് ഓരോ ബൾബുകളെ ഊരി മാറ്റി നോക്കിയാലോ? പാരലൽ കണക്ഷനിൽ നിന്ന് നമുക്കൊരു ബൾബിനെ ഊരി മാറ്റി നോക്കാം. ചൂടുണ്ടാവും. എന്താ കാണുന്നത്? ഒരു ബൾബിനെ ഊരി മാറ്റിയപ്പോൾ ബാക്കി രണ്ട് ബൾബുകളും പ്രകാശിക്കുന്നതായി കാണാമല്ലേ? എന്നാൽ സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി കണക്ഷനിൽ നിന്ന് നമുക്കൊരു ബൾബിനെ മാറ്റി നോക്കിയാലോ? എന്താ കൂട്ടുകാർ കണ്ടത്? ഒരു ബൾബ് ഊരി മാറ്റിയപ്പോൾ എല്ലാ ബൾബുകളും പ്രവർത്തനം നിലച്ചു പോയില്ലേ? എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടായിരിക്കും പാരലൽ കണക്ഷനിൽ ഒരു ബൾബ് ഊരി മാറ്റിയപ്പോൾ ബാക്കി ബൾബുകൾ പ്രകാശിക്കുന്നുണ്ട്? മാത്രവുമല്ല, അവിടെ ബൾബുകൾ പ്രകാശിച്ചത് നല്ല ഇന്റൻസിറ്റിയോട് കൂടിയാണ്, നല്ല ശോഭയോട് കൂടിയാണ്. എന്നാൽ സീരീസ് കണക്ഷനില് ബൾബുകൾ പ്രകാശ തീവ്രത വളരെ കുറഞ്ഞ രീതിയിൽ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ പ്രകാശിച്ചു. മാത്രവുമല്ല, ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു ബൾബിനെ നമ്മൾ ഊരി മാറ്റിയപ്പോൾ എല്ലാ ബൾബുകളുടെയും പ്രവർത്തനം നിന്നും പോയി. നമുക്കിതിന്റെ കാരണം പരിശോധിച്ചാലോ? സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ബൾബുകളുടെ ശ്രേണി സമാന്തര രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി പ്രതിരോധകങ്ങളുടെ അഥവാ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14-ലുള്ള ഫിഗർ 1.5a, 1.5b എന്നീ സർക്യൂട്ടുകൾ IT സഹായത്തോടു കൂടി നമ്മൾ നിർമ്മിച്ചുകൊണ്ട് പേജ് നമ്പർ 15-ലുള്ള ടേബിൾ നമ്പർ 1.4, 1.5 പട്ടിക 1, 4, 1, 5 എന്നിവ നമ്മൾ പൂർത്തീകരിക്കാനായി പോകുന്നു. ആദ്യമേ നമുക്ക് ഫിഗർ 1.5a-ലേതുപോലെ ഒരു സർക്യൂട്ട് നിർമ്മിക്കാം. അവിടെ രണ്ട് റെസിസ്റ്റേഴ്സ്, രണ്ട് പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. പരീക്ഷണം കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പട്ടിക 1, 4 ടേബിൾ 1.4
പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. രണ്ട് റെസിസ്റ്റേഴ്സിനെ ഞാൻ സീരീസ് ആയിട്ട് ശ്രേണിയായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ റെസിസ്റ്റേഴ്സുമായിട്ട് വയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സെല്ലിനെ ഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഫിഗർ 1.5a നിങ്ങൾ നോക്കിക്കൊള്ളുക. അതുപോലൊരു സർക്യൂട്ടാണ് നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഇനി വേണ്ടത് ഒരു സ്വിച്ചാണ്. സ്വിച്ച് കണക്ട് ചെയ്യുന്നു. സ്വിച്ചിന് ശേഷം നമുക്ക് വേണ്ടത് അമീറ്റർ ആണ്. അമീറ്റർ കണക്ട് ചെയ്തു. ഇനി ഒരു സെല്ലാണ് വേണ്ടത്. സെല്ലിന്റെ വോൾട്ടേജ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. താഴെ നിങ്ങൾ നോക്കുക. ഇപ്പോൾ 9 വോൾട്ട് ആണ്. നമുക്ക് വേണ്ടത് 3 വോൾട്ട് ആണ്. അത് നമ്മൾ 3 വോൾട്ട് ആക്കി കുറയ്ക്കുന്നു. 3 വോൾട്ട് ആക്കിയിട്ടുണ്ട്. വയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സർക്യൂട്ട് പൂർത്തീകരിക്കുന്നു. സ്വിച്ച് ഓൺ ആക്കി നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും സർക്യൂട്ടിൽ കൂടി കറണ്ട് ഒഴുകുന്നുണ്ടല്ലേ. പക്ഷെ കറണ്ട് വളരെ കുറവാണ്. നമുക്ക് പ്രതിരോധങ്ങളെ ഒന്ന് ക്രമീകരിച്ചാലോ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. 2.2 ഓം, 2.2 ഓമും 1 ഓമിന്റെയും പ്രതിരോധകങ്ങൾ റെസിസ്റ്റേഴ്സ് ആണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ വളരെ കൂടിയ അളവിലുള്ളതാണ്. അതിന് നമുക്ക് കുറച്ചിട്ട് ആദ്യത്തെ പ്രതിരോധം ഞാൻ കുറയ്ക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ 2.5 2.2ലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ 2.5ലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതിരോധം നമ്മൾ 2.2ലേക്ക് കുറച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രതിരോധം ഞാൻ 1 ഓം ആക്കി കുറയ്ക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ തന്നെ 1 ഓം ആക്കി കുറയ്ക്കുകയാണ്. 1 ഓം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സർക്യൂട്ടിൽ കൂടി കറണ്ട് ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമീറ്റർ റീഡിംഗ് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച്. അമീറ്റർ റീഡിംഗ് എത്രയാണ്? ഇപ്പോൾ 0.86 ആംപിയർ കറണ്ടാണ് ഇതിൽ കൂടി ഇപ്പൊ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0.86 ആംപിയർ കറണ്ടാണ്. 3 വോൾട്ടിന്റെ ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 2.5 ഓം റെസിസ്റ്ററും ഇത് 1 ഓമിന്റെ റെസിസ്റ്ററുമാണ്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഇതിനിടയിലുള്ള ഈ ഓരോ റെസിസ്റ്റേഴ്സിന്റെയും ഓരോ പ്രതിരോധത്തിന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി ഒന്ന് അളന്നു നോക്കിയാലോ? അതിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വോൾട്ട് മീറ്റർ പാരലലായിട്ട് ഘടിപ്പിക്കാൻ പോവുകയാണ്. ആദ്യം 2.5 ഓമിൽ കൂടെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്ന് നോക്കാം. വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും പട്ടിക 1.4 ടേബിൾ 1.4 പൂർത്തീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ വോൾട്ടേജ് ഒബ്റ്റെയിൻഡ് ലഭിച്ച വോൾട്ടത എന്ന് കാണുന്നുണ്ട്. അവിടെ 2.2 ഓമിന്റെ താഴെ എഴുതിക്കൊള്ളുക നിങ്ങൾ. 2.2 ഓമിന്റെ താഴെ നമ്മൾ കാണുന്നുണ്ട് 2.14 വോൾട്ട് ആണുള്ളത്. നമ്മൾ ചെയ്തിരിക്കുന്നത് 2.2 അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 2.5 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പട്ടിക പൂർത്തീകരിക്കുക. 2.14 വോൾട്ട് ആണ്. 2.5 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇനി 1 ഓമിൽ കൂടി ഒന്ന് ഘടിപ്പിച്ച് നോക്കിയാലോ? വോൾട്ട് മീറ്റർ ഞാൻ 1 ഓമിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 0.86 വോൾട്ട് ആണ്. എല്ലാവരും പൂർത്തീകരിച്ചോണം പട്ടിക. 2 പ്രതിരോധങ്ങൾക്കിടയിലുള്ള എഫക്റ്റീവ് വോൾട്ടേജ് നമ്മൾ അളക്കുന്നു. 3 വോൾട്ട് ആണ്. എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. പട്ടിക പൂർത്തീകരിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കറണ്ട് നമുക്ക് നോക്കാം. കറണ്ട് നമ്മൾ ഇവിടെ അളക്കുന്നുണ്ട്. 0.86 ആണ്. 86 ആംപിയർ കറണ്ട് ആണ് സർക്യൂട്ടിൽ കൂടി ഒഴുകുന്നത്. എഫക്റ്റീവ് കറണ്ടും അതുപോലെ തന്നെ 2.5 ഓമിൽ കൂടിയുള്ള കറണ്ടും 1 ഓമിൽ കൂടിയുള്ള കറണ്ടും എല്ലാം തുല്യമായിരിക്കും. സീരീസ് കണക്ഷനിൽ കറണ്ട് എല്ലാം എപ്പോഴും സെയിം ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു അമീറ്റർ ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. കറണ്ട് തുല്യമാണെന്ന്, എല്ലായിടത്തും ഉള്ള കറണ്ട് തുല്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അത് കണക്ട് ചെയ്തിരിക്കുന്നത്.
കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ, അവിടെയും 0.86 തന്നെയാണ്. ഇനി അതേപോലെ ഒരു അമ്മീറ്റർ ഇവിടെ ഘടിപ്പിച്ചു കഴിഞ്ഞാലും 0.86 ആംപിയർ തന്നെയായിരിക്കും. അപ്പോൾ റെസിസ്റ്റേഴ്സിനെ, പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്ന സമയത്ത് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത എവിടെ നമ്മൾ അളന്നു നോക്കിയാലും തുല്യമായിരിക്കും. That is, the current is same throughout the circuit, but the potential difference is varying. പൊട്ടൻഷ്യൽ വ്യത്യാസം, രണ്ട് റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം മാറുന്നുണ്ട്. കൂട്ടുകാർ ആദ്യമേ പൂരിപ്പിച്ചത് ശ്രദ്ധിക്കുമല്ലോ. പക്ഷെ കറണ്ട് സെയിം ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം ഓരോ പ്രതിരോധകത്തിനും ഇടയിലും വ്യത്യാസമാണ് നമുക്ക് കാണാം. പട്ടിക പൂർത്തീകരിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫിഗർ 1.5 ബിയിലേതുപോലെയുള്ള സർക്യൂട്ട് നിർമ്മിച്ചുകൊണ്ട് ടേബിൾ നമ്പർ 1.4ന്റെ ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് പൂർത്തീകരിക്കാം. ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക, സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുക. ഇത് 2.5 ഓമിന്റെ റെസിസ്റ്റർ ആണ്, ഇത് 1 ഓമിന്റെ റെസിസ്റ്റർ ആണ്. പക്ഷെ നേരത്തെ കണക്ട് ചെയ്ത രീതിയിലല്ല നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് പ്രതിരോധകങ്ങളും രണ്ട് റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കറണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു അമീറ്റർ രണ്ട് പ്രതിരോധകവുമായിട്ടും ശ്രേണിയായിട്ട് സീരീസ് ആയിട്ട് അമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്ററും നിങ്ങൾ കാണുന്നുണ്ടാവും. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കൂല്ലേ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. രണ്ട് റെസിസ്റ്റേഴ്സിൽ കൂടിയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക, 1 ഓം റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് 3 ആംപിയർ ആണ്. സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. പക്ഷേ 2.5 ഓം റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ട് 1.2 ആംപിയർ ആണ്. അപ്പൊ രണ്ട് റെസിസ്റ്റേഴ്സിലും നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണത്തിൽ കറണ്ട് സെയിം ആയിരുന്നല്ലോ. പക്ഷെ ഇവിടെയോ പാരലൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്റേഴ്സിലും കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫറന്റ് ആണ്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കറണ്ട് ഡിഫറന്റ് ആണ്. ഏത് റെസിസ്റ്ററിൽ കൂടിയാണ് കൂടുതൽ കറണ്ട് ഒഴുകുന്നത്? ലോ റെസിസ്റ്ററിൽ കൂടിയാണോ ഹൈ റെസിസ്റ്ററിൽ കൂടിയാണോ? കൂട്ടുകാർ നോക്കിയേ, 1 ഓം റെസിസ്റ്ററിൽ കൂടിയാണ് കൂടുതൽ കറണ്ട്. അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിൽ കൂടിയാണ്, വഴിയിൽ കൂടിയാണ് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടി ഒന്ന് അളന്നു നോക്കിയാലോ? വോൾട്ട് മീറ്റർ ഉണ്ട്. ആദ്യം നമുക്ക് 2.5 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള അതിനിടയിലുള്ള വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. കൂട്ടുകാർ നോക്കൂ, 3 വോൾട്ടാണ് ഇല്ലേ? 2.5 ഓം പ്രതിരോധകത്തിനിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. ഇനി നമുക്ക് 1 ഓം റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് ഒന്ന് നോക്കിയാലോ? പൊട്ടൻഷ്യൽ വ്യത്യാസം ഒന്ന് നോക്കിയാലോ? നോക്കൂ, അതും 3 വോൾട്ട് തന്നെയാണ്. ഇനി ഇഫക്റ്റീവ് വോൾട്ടേജ് നമുക്ക് നോക്കിയാലോ? ഇഫക്റ്റീവ് വോൾട്ടേജ് നമ്മൾ നോക്കുന്നു, അതും 3 വോൾട്ട് തന്നെയാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് ഓരോ പ്രതിരോധകത്തിൽ കൂടിയും തുല്യമായിരിക്കും. പക്ഷേ ഓരോ പ്രതിരോധകത്തിൽ കൂടിയും ഓരോ റെസിസ്റ്ററിൽ കൂടിയുമുള്ള കറണ്ട് ഡിഫറന്റ് ആയിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ടേബിൾ 1.4 പട്ടിക 1.4 ബാക്കി കാര്യങ്ങൾ കൂടി കൂട്ടുകാർ പൂരിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. പ്രതിരോധങ്ങളുടെ രണ്ട് രീതിയിലുള്ള കണക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ടേബിൾ 1.4 പട്ടിക 1.4 പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ പട്ടിക നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, രണ്ട് പ്രതിരോധകങ്ങളെ നമ്മൾ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറെന്റ്. ഓരോ പ്രതിരോധകത്തിൽ കൂടിയുമുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് വ്യത്യസ്തമാണ്. നോക്കൂ, 2.5 ഓമിൽ കൂടി
2.5 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 2.14ഉം 1 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.86 വോൾട്ടുമാണ്. ഇതും കൂടെ കൂട്ടിയാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കിട്ടും, ഇഫക്റ്റീവ് വോൾട്ടേജ് കിട്ടും. ബട്ട് ദി കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദി സെയിം. ഓരോ പ്രതിരോധകത്തിൽ കൂടിയുമുള്ള കറന്റ് സെയിം ആയിരിക്കും. റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയി ഘടിപ്പിക്കുമ്പോൾ കറന്റ് ഈക്വൽ ആയിരിക്കും, ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വേരിയിങ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന്റെ കാരണം നമുക്ക് പറയാം. നമുക്കിനി പ്രതിരോധങ്ങളുടെ സമാന്തര രീതി കൂടി നോക്കിയാലോ. ഇഫ് ടു റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, രണ്ട് പ്രതിരോധകങ്ങളെ പാരലായിട്ടാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ ദി വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദി സെയിം. ഓരോ പ്രതിരോധകത്തിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. നോക്കൂ, 2.5 ഓമിന് കുറുകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും 1 ഓമിന് കുറുകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ വ്യത്യാസവും ഒക്കെ 3 വോൾട്ട് തന്നെയാണ്. ബട്ട് ദി കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറെന്റ്. ഓരോ പ്രതിരോധകത്തിനും അക്രോസ് ആയിട്ടുള്ള കറന്റ് ഡിഫറെന്റ് ആയിരിക്കും. 2.5 ഓമിന് അക്രോസ് ആയിട്ടുള്ള കറന്റ് എന്ന് പറയുന്നത് 1.2 ആംപിയറും 1 ഓമിന് അക്രോസ് ആയിട്ടുള്ള കറന്റ് 3 ആംപിയറും ഇഫക്റ്റീവ് കറന്റ് എന്ന് പറയുന്നത് 4.2 ആംപിയറുമാണ്. ഒന്നാമത്തെ പ്രതിരോധകത്തിൽ കൂടിയുള്ള കറണ്ടും രണ്ടാമത്തെ പ്രതിരോധകത്തിൽ കൂടിയുള്ള കറണ്ടും കൂടെ കൂട്ടിയാൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ് കറന്റ് അഥവാ ടോട്ടൽ കറന്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പട്ടിക പരിശോധിച്ചാൽ മനസ്സിലായി കാണും, രണ്ട് പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ, സീരീസ് ആയിട്ട് ഘടിപ്പിക്കുമ്പോൾ ഇഫക്റ്റീവ് കറന്റ് എന്ന് പറയുന്നത് 0.86 ആംപിയറേ ഉള്ളൂ. പക്ഷേ അതേ പ്രതിരോധകങ്ങളെ നമ്മൾ സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ ഇഫക്റ്റീവ് കറന്റ് എന്ന് പറയുന്നത് 4.2 ആംപിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എവിടെയാണ് കറന്റ് കൂടുതൽ? പാരലലിലാണോ, സീരീസിലാണോ, ശ്രേണിയിലാണോ, സമാന്തരത്തിലാണോ കൂടുതൽ കറന്റ് ഉള്ളത്? നോക്കൂ, സമാന്തരത്തിലാണ് അല്ലേ, കറന്റ് കൂടുതലാണ്. അപ്പോൾ പ്രതിരോധം എന്തായിരിക്കും? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കറന്റ് കൂടുതലാണെങ്കിൽ പ്രതിരോധം കുറവായിരിക്കും. അപ്പോൾ ഇതിൽ എവിടെയാണ് പ്രതിരോധം കുറവ്? സമാന്തര രീതിയിൽ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം എന്ന് പറയുന്നത് കുറവായിരിക്കും, പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ കോളം കൂട്ടുകാർ നോക്കൂ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടി വരുന്നു, സഫല പ്രതിരോധം കൂടുന്നു. പ്രതിരോധം കൂടുന്നത് കൊണ്ടാണ് കറന്റ് കുറഞ്ഞത്. ഇനി അതേ പ്രതിരോധങ്ങളെ നമ്മൾ പാരലായിട്ടാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്, സഫല പ്രതിരോധം കുറയുന്നു. പ്രതിരോധം കുറയുമ്പോൾ കറന്റ് കൂടുതലുമായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു പട്ടിക 1-5 കൂടി നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ പട്ടികയിൽ പൂർത്തീകരിച്ച കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമാണ്. നമുക്കതും കൂടി ഒന്ന് നോക്കാം. നോക്കൂ, 2.2 അല്ല, നമ്മൾ എടുത്തിരിക്കുന്നത് 2.5 ആണ്. 2.5 1 ഓമും കൂടെ നമ്മൾ ശ്രേണി രീതിയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസസ്. ഓരോ പ്രതിരോധകത്തിനും ലഭിച്ച വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓരോ പ്രതിരോധകത്തിൽ കൂടിയുമുള്ള കറന്റ്, ഓരോ റെസിസ്റ്ററിൽ കൂടിയുമുള്ള കറന്റ് സെയിം ആയിരിക്കും, തുല്യമായിരിക്കും സീരീസ് കണക്ഷനിൽ. എന്നാൽ ഇഫ് ടു റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, രണ്ട് പ്രതിരോധകങ്ങളെ പാരലായിട്ടാണ്, സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം ഡിക്രീസസ്, കുറയുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓരോ പ്രതിരോധകത്തിനും ലഭിച്ച വോൾട്ടേജ് സെയിം, തുല്യമായിരിക്കും. ഓരോ പ്രതിരോധകത്തിൽ കൂടിയുമുള്ള കറന്റ്, ഓരോ റെസിസ്റ്ററിൽ കൂടിയുമുള്ള കറന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രതിരോധങ്ങളുടെ ശ്രേണി സമാന്തര രീതികളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.